ഇന്നത്തെ എപ്പിസോഡോടുകൂടി വൂളിനും അതേപോലെ ഹണി ബ്ലോക്കിനും ഞാനിന്നൊരു തീരുമാനം ഉണ്ടാക്കി എന്തായാലും ഇരിക്കും. അതിനൊക്കെ വേണ്ടി ഞാൻ ഒരു കിടിലം വൂൾ ഫാമും അതുപോലെ ഒരു കിടിലം ബീഫ് ഫാമും ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെ എൻജോയ് ദ വീഡിയോ. സൂപ്പർമാൻ സ്പൈഡർമാൻ നന്നന നിങ്ങൾ എത്തിയാ? അപ്പോൾ എന്തായാലും നമുക്കൊരു ഇൻട്രോ പിടിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാം. ഒരു ഇൻട്രോ പിടിച്ചിട്ടേ നമുക്ക് തുടങ്ങാം. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്നും നമ്മൾ പണി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ഐലൻഡിലാണ്. അപ്പോൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ഐലൻഡിൽ ഫാക്ടറി ഐലൻഡിൻ്റെ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഉള്ളൂ. ഈ 3 എപ്പിസോഡ് കൂടി ഇതിൻ്റെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ കുറേ പേര് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു, ബ്രോ കോപ്പി അടിക്കരുത്, ബ്രോ കോപ്പി അടിക്കാതെ സ്വന്തം കണ്ടൻറ്റ് ചെയ്യ് ബ്രോ, അല്ലെങ്കിൽ ഹെയ്റ്റ് കമൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി ഐലൻഡ് അവർ പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം ഇതിന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പൊട്ടിക്കുന്നില്ല. എന്തായാലും ഇതോടുകൂടി സുധിയണ്ണൻ്റെ നിങ്ങൾ കോപ്പി അടിക്കുന്നതെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്പയർഡ് ആയി ചെയ്യാണ്. അപ്പോൾ അത് ഞാനാണ്ട് ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ 3 എപ്പിസോഡും കൂടി 4 ഫാം കൂടിയുള്ള നമുക്ക് ഇനി ഇവിടെ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ടറിയിലെ പണി സുധിൻ്റെ കോപ്പി അടിക്കലൊക്കെ ഇവിടെ നിർത്തും ഗൈസ്. അപ്പോൾ എങ്ങനെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ 2 ഫാമാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഷീപ്പ് ഫാം പിന്നെ ബീഫ് ഫാം. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിപ്പോൾ മഴയും തുടങ്ങിയ, അപ്പോൾ ഇത് രണ്ടും നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ, രണ്ടാമത്തത്, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിസോഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഫാമിനുള്ളത്. ഈ ബീഫ് ഫാം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ സിമ്പിൾ ചെയ്യുന്നത്, പക്ഷേ ഈ ബീ നെസ്റ്റ് കളക്ട് ചെയ്യുന്ന കുറച്ച് പാട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീപ്പ് ഫാം, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് റെഡ് സ്റ്റോൺ പരിപാടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഫാമിന് ഈ 3 സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പെട്ടത്. ആകെ ഞാൻ ഈ 3 കളക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ 3 കളക്ട് ചെയ്യാൻ ഒരുപാട് ദൂരത്തോട്ട് യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല. അതായത് അവിടെ നമുക്കൊരു മരം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാണിച്ചു തരാൻ പറ്റുക ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ പ്ലസ് ചിഹ്നം കാണുന്ന മരം ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ അവിടെ ഒരു ബീ നെസ്റ്റ് ഉണ്ട്. അത് മാത്രം ഞാൻ കണ്ടില്ല. അതിനിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ അത് മാത്രം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് കുറേ സമയം അങ്ങനെയും പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കൊടുന്ന അതിൻ്റെ ബ്രീഡ് ചെയ്ത് സെറ്റപ്പാക്കി ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ബീ നെസ്റ്റ് അല്ല, ഈ ബീഫ് ഫാം ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ഷീപ്പ് ഫാമൊക്കെ ഇടുന്നാൽ മതി എന്നായിരുന്നു. കാരണം ഷീപ്പ് ഫാം ഉണ്ടാക്കാൻ നമുക്ക് ഹണി ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഹണി ബ്ലോക്കും കാര്യങ്ങളും, ഹണി ബ്ലോക്ക് 5 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് AFK എന്നിട്ട് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം, എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രീഡ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളത് ഞാൻ കളക്ട് ചെയ്ത് എന്ത് ചെയ്ത് സാധനം സെറ്റാക്കിൻ്റെ തൊണ്ട വേനിക്കണേ. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ 2 ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അതെങ്ങനെ വർക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷീപ്പ് ഫാം ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബീഫ് ഫാം ഇവിടെ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ച് സെറ്റായിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്തായാലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെയും കൂടി ഒരു റീപ്ലേ മോഡ് നിങ്ങൾ കണ്ടിട്ട് വാ. പിന്നെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വേൾഡിൽ അത് എവിടെ നിന്നാവും, എവിടെ അത്, ഇത് കണ്ടോ ഈ കോയിനുണ്ട്. ഈ കോയി ഇവിടെ പണ്ട് ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കോയി ഉണ്ടായിരുന്നു. ആ കോയിനെ ഞാൻ ആ കോയിക്കൊരു മുട്ട ഇട്ടിട്ടാണ്, ഇതേപോലെ ഒരു മുട്ട തന്നിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ആ കോയി എന്നിട്ട് ഞാൻ ആ മുട്ട ഇങ്ങനെ എറിഞ്ഞ് അതിൽ ഇതേപോലെ ഒരു കുട്ടി തന്നെ ഉണ്ടായി. ഭാഗ്യേ, താങ്ക്സ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, അതിങ്ങനെ വളർന്ന് എന്തായി, ഞാൻ കൊല്ലാതെ ഇങ്ങനെ വളർത്തി. അപ്പോൾ ഇവൻക്കിപ്പോൾ ഏകദേശം ഈ ഫാക്ടറിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഇവനെ മാനേജർ ആക്കണം എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവന് പറ്റിയ പേരും ആക്കണമെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നധികം പറഞ്ഞ് ഇതാക്കുന്നില്ല, എൻ്റെ തൊണ്ടൊക്കെ കറുത്ത പൂച്ചപ്രശ്നം ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫാമായ ഷീപ്പ് ഫാം ഉണ്ടാക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ ടൈം ലാപ്സ്.
നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ഫാം എന്ന് പറയുന്നത് നമ്മുടെ വൂൾ ഫാം. ഇതിൻ്റെ വർക്കിംഗ് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരെ അടുത്ത് നമ്മുടെ ഫാമിലോട്ട് കിടക്കും, അതായത് നമ്മുടെ ബീ ഫാം. അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ അവസാനം നിങ്ങൾക്ക് രണ്ടിൻ്റെ വർക്കിംഗ് ആണ് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു കുട്ടി ടൈം ലാപ്സ് കണ്ടിട്ട് വാടേ. നമ്മളെ ലാസ്റ്റത്തെ ബില്ലും കൂടിയായ നമ്മുടെ ബീ ഫാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബീ ഒക്കെ വന്നില്ല, ബീ വന്ന്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബീ ഇതിൽ എന്താ ഈ പൂവെന്ന് എന്താണ് തേൻ കളക്ട് ചെയ്ത് അത് അതിൽ വെച്ച് അത് അതിൽ വെക്കുമ്പോൾ ഇവിടെ ഈ സാധനം ഓണാവും. ഈ സാധനം ഓണാവുമ്പോൾ എന്താവും, ഇത് നേരെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലാസ് ബോട്ടിൽ വെച്ചിരിക്കണേ. ഈ ഗ്ലാസ് ബോട്ടിൽ ഇത് എടുത്ത് ചെയ്തിട്ട് നേരെ ചെസ്റ്റൊക്കെ വരും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് സിമ്പിൾ ഉണ്ടാക്കാൻ, പക്ഷെ ഇതിൽ ഏറ്റവും പണിപ്പെട്ടത് ഈ ഗ്ലാസ് ഒപ്പിക്കാനേന്ന്. അതിനുള്ള പണിപ്പെട്ടത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു 1.5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എത്ര കിട്ടി നോക്കാം. 9 കിട്ടി. ഈ ഫാമിനെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ലാഭം. അപ്പോൾ നമ്മളിനി അടുത്ത ഫാം എന്ന് പറയുന്നത് നമ്മുടെ ഷീപ്പ് ഫാമാണ്, അതായത് വൂൾ ഫാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു പിടിയില്ല. കണ്ടാ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കിട്ടിയില്ലേ, അതന്നെ. ഇതിൻ്റെ വർക്കിംഗ് എനിക്ക് യാതൊരു പിടിയില്ല. അത് ഓഫാക്കാനും ഓണാക്കാനുള്ള സ്വിച്ച് ഇതാ. ഇത് ഓഫാക്കുമ്പോൾ തോന്നുന്നു ഇതിൻ്റെ ഈ സാധനം ഓഫാകുമ്പോൾ ഈ ഒബ്സർവർ പിക്ക് ചെയ്തിട്ട് ഞാൻ പൊക്കും. ഇത് പൊക്കുമ്പോൾ പിസ്റ്റം മുന്തിയിട്ട് അത് താഴത്തേക്ക് എടുക്കും ഇതിൻ്റെ എല്ലാത്തിനെയും. അപ്പോൾ ഇതിന് അങ്ങനെ വർക്കാവില്ല തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഫുള്ളൊന്നൊക്കെ അറിയില്ല. അതാണ്ട് ഇതാണ് ഫുള്ള് സാധനം, എന്താ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഈ അവിടെ ഷീപ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അവിടെ ഒരു ഷീപ്പ് ഉണ്ട്, തല അങ്ങോട്ട് നോക്കിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്താണ് നമ്മുടെ ഷിയറാണ്. അത് ഷിയർ ചെയ്തെടുക്കും. എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വൂള് വലുതാകുമ്പോൾ ഈ ഒബ്സർവർ അത് പിക്ക് ചെയ്തിട്ട് നേരെ ഷിയർ ചെയ്യും. അത് മാത്രമേ അറിയുള്ളൂ, ശ്രമിക്കണം. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ ആ ഫാം കൂടി ഇതുണ്ടാക്കിയിട്ട് ആ ഫാം കൂടി ഉണ്ടാക്കുന്ന സമയം ഇതിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി നോക്കാം. ഒരു 2 സ്റ്റാക്ക് കിട്ടും, വൂളല്ലേ. 1 2 3 4 5 6 സ്റ്റാക്ക് അടുപ്പിച്ച്. ഇനി ഇതിലെത്ര നോക്കാം. 1 2 3 4 5 ഇതിലും 6 സ്റ്റാക്ക് അടുപ്പിച്ച്. എന്താ പിന്നെ വന്ന് കണ്ടാ പിന്നെ കറക്റ്റ് 6 സ്റ്റാക്ക് മോനെ. അപ്പം മൊത്തം എത്ര 12 സ്റ്റാക്ക് കൂടി ഇപ്പം തന്നെ ആയി. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ പെട്ടി ഇപ്പം തന്നെ നിറയും. പിന്നെ നമ്മൾ കുറേ എപ്പിസോഡുകൾ മുന്നേ ഉണ്ടാക്കിയ നമ്മുടെ ബാംബു ഫാം ഇത് അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെ നിറഞ്ഞ് മൈൻകാട്ട് സ്റ്റോപ്പായി. ഫാമിൻ്റെ എഫിഷ്യൻസി കൂടിയാലും പ്രശ്നമാണ്. ഇതും നിറഞ്ഞ് ഇത് ഈ ജസ്റ്റ് ചിലപ്പോൾ നിറയാൻ ചാൻസ് ഉള്ളൂ. ഇതും നിറഞ്ഞ് ഇത് പകുതി നിറഞ്ഞ്. പിന്നെ നമ്മളെ ഷുഗർ കെയിൻ പിന്നെ നോക്കേണ്ടത് ഒരിക്കലും അറിയില്ല. അത് നല്ല സമയം എടുക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് എത്ര നിറഞ്ഞിട്ടുള്ളൂ. ഇത്ര നിറഞ്ഞ തന്നെ ഭാഗ്യം. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര നിറഞ്ഞ തന്നെ ഭാഗ്യം. അപ്പോൾ ഇനിയും അടുത്ത 2 എപ്പിസോഡോടുകൂടി ഇവിടുത്തെ ഫാംസിൻ്റെ പണി കഴിയും. അത് തന്നെ നമ്മളെ ഈ ഫാക്ടറിൻ്റെ പണി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പതിയെ നിറഞ്ഞ് വരണേ. ഫുള്ള് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് നിറഞ്ഞ് പതിയെ വരണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു കിടിലെ എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. അടുത്തിന് 3 എപ്പിസോഡോടുകൂടി ഈ ഫാക്ടറി അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതുവരെയും ചാനൽ സബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറന്നാലൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു കിടിലെ എപ്പിസോഡുമായി കാണാം. ഇറങ്ങിപ്പോടാ.